ഇപ്പോൾ പേട്ട റെയിൽവേ സ്റ്റേഷൻ സമീപത്തു നിന്നും 150 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. നിർഭൻ ചക്രവർത്തി വിശദാംശങ്ങളുമായി ചേരുകയാണ്. നിർഭൻ, വലിയ മയക്കുമരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വിലയുള്ള മയക്കുമരുന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അക്ഷയ്, തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ 150 ഗ്രാം വരുന്ന MDMA-യുമായി 2 പ്രതികളെ ഇപ്പോൾ അല്പം മുമ്പ് എക്സൈസിൻ്റെ തിരുവനന്തപുരം നാർക്കോട്ടിക് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സൈസിൻ്റെ സംഘം ഇവിടെ തന്നെ ഉണ്ട്. ഇനി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മകസർ തയ്യാറാക്കി ഇതിൻ്റെ അളവ് പരിശോധിക്കണം. ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു ബൈക്കിലെത്തിയ 2 പ്രതികളെയും എക്സൈസിൻ്റെ തിരുവനന്തപുരം നാർക്കോട്ടിക് സ്ക്വാഡ് അറസ്റ്റിലാക്കുകയായിരുന്നു. ഇനി ഇതിൻ്റെ പരിശോധന, ഞാൻ നേരത്തെ മുഖവരയായി പറഞ്ഞതുപോലെ ഇതിൻ്റെ വില, മാർക്കറ്റിലെ വില എന്താണെന്നും ഇതിൻ്റെ അളവ് എന്താണെന്നും പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസ് സംഘം കൂടി എത്തിയ ശേഷമായിരിക്കും അതിൻ്റെ സാന്നിധ്യത്തിൽ ഇതിൻ്റെ മകസർ റിപ്പോർട്ട് തയ്യാറാക്കുക. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. 2 പ്രതികളെയും കാണാം. അവരെത്തിയ ബൈക്കാണ് ഇവിടെ തൊട്ടടുത്ത് ഉള്ളത്. ഈ ബൈക്കിലെത്തിയ പ്രതികളെ പ്രത്യേകിച്ച് ഈ സ്ക്വാഡ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംശയം തോന്നി പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികളിൽ നിന്ന് ഈ MDMA പിടിച്ചെടുക്കുകയായിരുന്നു. 150 ഗ്രാം MDMA ആണ്. ഇപ്പോൾ 150 ഗ്രാമിൻ്റെ മാർക്കറ്റിലെ വില പരിശോധിക്കുമ്പോൾ ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്ന വിലയുള്ള MDMA ആണ്, രാസലഹരിയാണ്. രാസലഹരി വിൽപ്പന നടത്തുന്ന കണ്ണികളാണ് എന്നതാണ് എക്സൈസിൻ്റെ ഈ നാർക്കോട്ടിക് സ്ക്വാഡ് നമുക്ക് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇത് ഈ കേരളത്തിന് പുറത്തു നിന്ന് ഇവിടെ നിന്നാണ് എത്തിച്ചത് എന്ന സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. കാരണം അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതാണ്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലീസ് സംഘം എത്തിച്ചേർന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അളവ് പരിശോധിക്കും. അളവ് പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാകുക. ഉദ്യോഗസ്ഥനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മൾ ബോഡി സെർച്ചിന് വേണ്ടി പോലീസ് CA വിളിച്ചിട്ടുണ്ട്. അപ്പം ബോഡി സെർച്ചിന് ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥൻ വരണം. അപ്പോൾ ബോഡി സെർച്ചിന് വേണ്ടി പോലീസ് CA വിളിച്ചിട്ടുണ്ട്. പേട്ട CA ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം എത്തുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം ബോഡി സെർച്ച് നടത്തും. ബോഡി സെർച്ച് നടത്തിയിട്ട് പ്രതിയുടെ കയ്യിലുള്ള തൊണ്ടികൾ എന്താണെന്ന് വെച്ചാൽ പരിശോധിച്ചതിന് ശേഷമേ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ ഏതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് CA എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ CA വന്നതിന് ശേഷം ബോഡി സെർച്ച് ചെയ്യുന്നു. പ്രതികളിൽ നിന്ന് പ്രാഥമിക വിവരം എടുത്തപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. അല്ല, പ്രതികൾ പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇനി അന്വേഷണത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്വേഷണത്തിൽ ഇത് വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമേ എനിക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിരിക്കും. വലിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ വലിയ അന്വേഷണമായിരിക്കും. അപ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, തിരുവനന്തപുരം നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഞാൻ. അതെ, രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അതെ 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 ഇനി അവർ ചോദ്യം ചെയ്യുമ്പോഴും എനിക്കറിയാൻ പറ്റത്തുള്ളൂ അതൊക്കെ. അതെ, ഇത് ഗ്രാമിന് 5000 രൂപ വെച്ച് ആണ് ഇപ്പോൾ നിലവിലെ മാർക്കറ്റിൽ. ഗ്രാമിന് 5000 രൂപ വെച്ചാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ. ഒന്നും അറിയത്തില്ല. അതിന് ഗ്രാം എനിക്ക് ഈ ഇവരിൽ നിന്ന് സീസ് ചെയ്ത് CA വന്നതിന് ശേഷം CAയുടെ പ്രസൻസിൽ എനിക്ക് എടുത്ത് തൂക്കി നോക്കിയതിന് ശേഷമേ എനിക്ക് എത്ര ഗ്രാം ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും ഈ സ്പെഷ്യൽ സ്ക്വാഡാണ്, എക്സൈസിൻ്റെ നാർക്കോട്ടിക് വിഭാഗത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സ്ക്വാഡാണ് ഇത് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ ലഭിച്ചിരുന്നു, രഹസ്യ വിവരം ലഭിച്ചിരുന്നു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇവിടേക്ക് വരുന്നത്. സംഘം ഇവിടെ പരിശോധിച്ചപ്പോൾ 2 പ്രതികളെയും കാണാം. അവരുടെ ഈ 2 പ്രതികളുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ 2 പ്രതികളും നമുക്ക് ലഭിക്കുന്ന വിവരം, പേര് വിവരം എന്ന് പറയുന്നത് 2 പേരുടെയും പേര് നന്ദുവും നന്ദഹരിയും എന്നതാണ് പ്രതികളുടെ പേര്. ഇപ്പോൾ എക്സൈസ് സംഘം തന്നെ പറയുന്നത്. അവർ ഈ വാഹനത്തിൽ തൊട്ടടുത്ത് ഇരിക്കുന്നതാണ് അവർ സഞ്ചരിച്ച ബൈക്ക്. ഈ ബൈക്കിലാണ് അവർ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വന്നത്. റീറ്റെയിലായി മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയായിരിക്കും ഈ രാസലഹരി ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനിടയിലായിരുന്നു എക്സൈസിൻ്റെ സംഘത്തിന് ഇതിൻ്റെ രഹസ്യ വിവരം ലഭിക്കുന്നതും ഇവിടേക്ക് സംഘം എത്തുന്നതും
അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ വ്യവസായ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്ന രാസലഹരി തന്നെയാണ് ഇവർ എത്തിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, അതായത് ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് മഗസർ തയ്യാറാക്കുക. ഒപ്പം തന്നെ ഇതിൻ്റെ അളവ് പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായ അളവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ ആകെ വിപണിയിലെ വില കണക്കാക്കുക. ഇക്കാര്യത്തിൽ എക്സൈസ് സംഘത്തിൻ്റെ ശക്തമായ നടപടി ഈ രാസലഹരിക്കെതിരെയുള്ള, മയക്കുമരുന്നിനെതിരെയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഈ 2 പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എക്സൈസ് സംഘം പോകും. അക്ഷയ്, വലിയ ഒരു ലഹരിവേട്ട തന്നെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷൻ സമീപം ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് എന്തായാലും തുടർ നടപടികളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.